ഈ ക്ലാസ്സിൽ നമുക്ക് ഓവർ ഹെഡ് എക്സ്പെൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്താണ് ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും പെടാത്ത എല്ലാ കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഓവർ ഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ കോസ്റ്റാണ്. അപ്പം നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു കോസ്റ്റിംഗ് പ്രോസസ്സിൽ ഓവർ ഹെഡ് എക്സ്പെൻസൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ തീരുമാനിക്കാൻ. കാരണം ഈ കോസ്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റാണ്. ഇത് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റിലൂടെ കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്കൊരു റീസണബിൾ പ്രോഫിറ്റ് പ്രൊഡക്റ്റ് സെയിലിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ മെയിനായിട്ട് 3 മെത്തേഡാണുള്ളത്: പേഴ്സൻറ്റേജ് മെത്തേഡ്, അവർലി റേറ്റ് മെത്തേഡ്, യൂണിറ്റ് റേറ്റ് മെത്തേഡ്. ഈ പേഴ്സൻറ്റേജ് റേറ്റ് മെത്തേഡിൻ്റെ സബ് ക്ലാസിഫിക്കേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, പേഴ്സൻറ്റേജ് ഓവർ ഹെഡ് ഓൺ പ്രൈം കോസ്റ്റ്. അതായത് പ്രൈം കോസ്റ്റിൻ്റെ എത്രയാണ് ഓവർ ഹെഡായിട്ട് വരുന്നത്, അത് പ്രൈം കോസ്റ്റ് ബേസ് ആയിട്ട് എടുക്കുക. ബേസ് ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ പേഴ്സൻറ്റേജിൽ ബേസ് ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുക. ഇപ്പോൾ പേഴ്സൻറ്റേജ് ഓവർ ഹെഡ് ഓൺ പ്രൈം കോസ്റ്റ്, അത് പ്രൈം കോസ്റ്റ് വെച്ച് ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ഓവർ ഹെഡ്, അതായത് ടോട്ടൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. എന്താണ് ഇൻറ്റു 100 ഇട്ടത്? ഇൻറ്റു 100 ഈ വാല്യൂവിൻ്റെ, ഈ ഫ്രാക്ഷണൽ വാല്യൂവിനെ പേഴ്സൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യാണ് ഇൻറ്റു 100 ഇട്ടത്. ഇനി അടുത്തത് പേഴ്സൻറ്റേജ് ഓവർ ഹെഡ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുക? റേറ്റ് ഓവർ ഹെഡ് ഈക്വൽ ടു ടോട്ടൽ ഓവർ ഹെഡ്സ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അതായത് ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഡിനോമിനേറ്ററിൽ എടുക്കുക. ഇനി പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റു 100 കൂടെ കൊടുത്തു. ഇനി അടുത്തത് പേഴ്സൻറ്റേജ് ഓവർ ഹെഡ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. റേറ്റ് ഓവർ ഹെഡ് പെർസെൻറ്റേജ് ഈക്വൽ ടു ടോട്ടൽ ഓവർ ഹെഡ്സ് ബൈ ടോട്ടൽ കോസ്റ്റ് ഓൺ ഡയറക്റ്റ് ലേബർ. അതായത് ഡയറക്റ്റ് ലേബറിനെ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഡിനോമിനേറ്ററിൽ വന്നു. ഇനി പെർസെൻറ്റേജ് കൺവേർഷന് വേണ്ടിയിട്ട് ഒരു ഇൻറ്റു 100 കൂടി ഇട്ടു. അപ്പോൾ ഇങ്ങനെയാണ് പേഴ്സൻറ്റേജ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. പേഴ്സൻറ്റേജ് ബേസ്ഡ് ഓൺ പ്രൈം കോസ്റ്റ്, പേഴ്സൻറ്റേജ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, പേഴ്സൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഇങ്ങനെയാണ് ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്ത മെത്തേഡ് നോക്കാം, അവർ റേറ്റ് മെത്തേഡ്. അതായത് സെക്കൻഡ് അവർ റേറ്റ് മെത്തേഡ്. ഈ അവർ റേറ്റ് മെത്തേഡ് വഴി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അവർ റേറ്റ് മെത്തേഡിന് 2 ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റീവ് മാനവർ. അതായത് ഒരാൾ, ഒരു വർക്കർ എത്ര നേരം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്തു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് ഓവർ ഹെഡ് ഈക്വൽ ടു ടോട്ടൽ ഓവർ ഹെഡ് ബൈ ടോട്ടൽ പ്രൊഡക്റ്റീവ് മാനവർ. ടോട്ടൽ ഓവർ ഹെഡ്സ് ബൈ ടോട്ടൽ പ്രൊഡക്റ്റീവ് മാനവർ. ഇനി പെർസെൻറ്റേജ് കൺവേർഷൻ ഇൻറ്റു 100. ഇനി ബേസ്ഡ് ഓൺ ഓപ്പറേറ്റീവ് മെഷീൻ അവേഴ്സ്. അത് മെഷീൻസ് എത്ര ഓപ്പറേറ്റ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റേറ്റ് ഓവർ ഹെഡ് പെർ മെഷീൻ അവർ ഈക്വൽ ടു ടോട്ടൽ ഓവർ ഹെഡ് ഓൺ എ സ്പെസിഫിക് മെഷീൻ ബൈ ഓപ്പറേറ്റീവ് അവർ ഓൺ ദ സെയിം മെഷീൻ. അതായത് ടോട്ടൽ ഓവർ ഹെഡ്സ് ഓൺ എ സ്പെസിഫിക് മെഷീനിൽ ടോട്ടൽ ചിലവാക്കുന്ന എക്സ്പെൻസുകൾ ബൈ ആ മെഷീൻ്റെ ഓപ്പറേറ്റിംഗ് അവർ. അപ്പോൾ ഈ ജസ്റ്റ് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. ഇത് ബേസ് ചെയ്യുന്നതുകൊണ്ട് അത്ര പ്രോബ്ലംസ് കാര്യമായിട്ടില്ല. ഇനി അടുത്തത് യൂണിറ്റ് റേറ്റ് മെത്തേഡ്. തേർഡ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞ് യൂണിറ്റ് റേറ്റ് മെത്തേഡ്. അപ്പോൾ യൂണിറ്റ് റേറ്റ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം, ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം റേറ്റ് ഓവർ ഹെഡ് ഈക്വൽ ടു ടോട്ടൽ ഓവർ ഹെഡ് ഇൻകേർഡ് ഓൺ എ ബാച്ച്. അതായത് ഒരു ലോട്ടിൽ ഒരു 1000 പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായ ഓവർ ഹെഡ്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1000 പീസുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായ ഓവർ ഹെഡ് ബൈ ഓപ്പറേറ്റീവ് മെഷീൻ അവർ ഓൺ ദ സെയിം മെഷീൻ. അതായത് ഒരു മെഷീൻ അത്രയും പാർട്സ് ഉണ്ടാക്കാൻ ഒരു മെഷീൻ എത്ര വർക്ക് ചെയ്തു, ഓപ്പറേറ്റിംഗ് മെഷീൻ അവർ. അപ്പോൾ മെഷീൻ അവർ എന്ന് പറയുമ്പോൾ ആ മെഷീൻ എത്ര ചിലവായി നോക്കണം, മെഷീൻ ഓപ്പറേറ്റിംഗ് എത്ര എക്സ്പെൻസ് ആയി, അതായത് അതിൻ്റെ ലേബർ കോസ്റ്റ് വരും, അതിൻ്റെ വിയർ ആൻഡ് ടിയർ വരും, ആ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് റേറ്റ് മെത്തേഡിൽ. അപ്പോൾ യൂണിറ്റ് റേറ്റ് മെത്തേഡിൽ റേറ്റ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഓവർ ഹെഡ്സ് ഇൻകേർഡ് ഓൺ എ ബാച്ച് ബൈ ഓപ്പറേറ്റീവ് മെഷീൻ അവേഴ്സ്. ആ മെഷീൻ അത്രയും ഒരു ബാച്ച്, ആ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ ബാച്ചിലൊരു 1000 കമ്പോണൻസ് ആയിരിക്കും ഉണ്ടാവുക, 1000 നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ അത്രയും നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആ മെഷീൻ എത്ര അവർ വർക്ക് ചെയ്തു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്
നമ്മൾ യൂണിറ്റ് റേറ്റ് മെത്തേഡിൽ അത് കാൽക്കുലേറ്റ് ചെയ്തത്. അത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഓവർഹെഡായി, എത്ര റേറ്റിൽ ഓവർഹെഡായി എന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓവർഹെഡിൻ്റെ എക്സ്പെൻസസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഓവർഹെഡ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്രയും മെത്തേഡാണുള്ളത്. പേഴ്സൻറ്റേജ് മെത്തേഡ്, അവർലി റേറ്റ് മെത്തേഡ്, യൂണിറ്റ് റേറ്റ് മെത്തേഡ്. അപ്പോൾ പേഴ്സൻറ്റേജ് റേറ്റ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു. ഏതിനെയാണോ പെർസെൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഏതിൻ്റെ ബേസിലാണോ പെർസെൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതിനെ ഡിനോമിനേറ്റർ എടുക്കുക. ന്യൂമറേറ്ററിൽ എപ്പോഴും ടോട്ടൽ ഓവർ ഹെഡ്സ്. ഇനി കൺവേർഷന് വേണ്ടിയിട്ട്, പെർസെൻറ്റേജ് കൺവേർഷന് വേണ്ടിയിട്ട് 100. ഇനി ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റീവ് മാൻ പവർ. പ്രൊഡക്റ്റീവ് മാൻ പവർ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അത് ഡിനോമിനേറ്റർ എടുക്കുക. ന്യൂമറേറ്ററിൽ എപ്പോഴും ടോട്ടൽ ഓവർ ഹെഡ്സ്. ഇനി നമ്മുടെ ഇവിടെ കൺവേർഷന് വേണ്ടിയിട്ടുള്ള 100 പെർസെൻറ്റേജ്. ഇതൊരു ഫ്രാക്ഷണൽ വാല്യൂ കിട്ടുക, ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ നമ്മൾ 100 ചെയ്യും. ഇനി യൂണിറ്റ് റേറ്റ് മെത്തേഡ്. യൂണിറ്റ് റേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെയും ടോട്ടൽ ഓവർ ഹെഡ് തന്നെയാണ്. ന്യൂമറേറ്ററിൽ ടോട്ടൽ ഓവർ ഹെഡ് തന്നെയാണ്. ഇനി ഡിനോമിനേറ്ററിൽ ഓപ്പറേറ്റീവ് മെഷീൻ അവർ, അതായത് ഒരു മെഷീൻ അവർ ലോട്ട് ഓർ ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര അവർ എടുത്തു എന്നതിൻ്റെ ഒരു കണക്കാണ്. ഇത്രയും ഈ മെത്തേഡിലൂടെയാണ് നമ്മൾ ഓവർ ഹെഡ് കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. മറ്റ് കോസ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് ഓവർ ഹെഡ് കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. താങ്ക് യു.